മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളായിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം അതിൽ ചെറിയൊരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത് വന്ന മെത്തേഡാണ്. അല്ലെങ്കിൽ എല്ലാ കോസ്റ്റുകളെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്, അൺകൺട്രോളബിൾ കോസ്റ്റ് ആണ്. അതുമല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ പ്രൊഡക്ഷൻ ലെവലുകളിലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് നിലനിൽക്കും. അപ്പൊ ഫിക്സഡ് ലെവലുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ 50% കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്താലും 80% പ്രൊഡക്ഷൻ നടത്തിയാലും 100% പ്രൊഡക്ഷൻ നടത്തിയാലും ഒക്കെ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതുമല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഒരു പർട്ടിക്കുലർ ഫിക്സഡ് കോസ്റ്റ് 500 റുപ്പീസ് ആണെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് 500 തന്നെയാണ്. അതിൽ മാറ്റമില്ല. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിളും ആണ്. നമുക്കൊരിക്കലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വരെ. അപ്പം അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഈ ഒരു ഡ്രോബാക്ക് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും മാർജിനൽ കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത് തന്നെ ഫിക്സഡ് കോസ്റ്റിന്റെ ഈ ഡ്രോബാക്ക് കാരണമുണ്ടാണ്. നമുക്കറിയാം, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് പോലെ, ജോബ് കോസ്റ്റിംഗ് പോലെയുള്ളൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ടു അസർട്ടൈൻ കോസ്റ്റ്. അത് കോസ്റ്റ് അസർട്ടൈൻമെന്റിന് ഉപയോഗിക്കുന്ന, കോസ്റ്റ് കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന, ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിക്സഡ് കോസ്റ്റിന്റെ ഡ്രോബാക്സിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഡെവലപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കാറില്ല, മാർജിനൽ കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എവിടെ? ഒരു പരിധി വരെ മാർജിനൽ കോസ്റ്റിംഗ്. ഇനി നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് നോക്കാം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മാർജിനൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എൻ എക്സ്ട്രാ യൂണിറ്റ്. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അഡീഷണൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. ഒരു യൂണിറ്റ് അധികം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് മീനിങ്
ഓഫ് മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ്? പറഞ്ഞു തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയാം. മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്, ലണ്ടൻ, ഡിഫൈൻസ് മാർജിനൽ കോസ്റ്റ് ആസ് the amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. എന്താ പോയിന്റ് ഡിസ്കസ് ചെയ്ത് നമുക്ക് മനസ്സിലായ, പക്ഷെ എന്നാലും ഡെഫിനിഷൻ അതുപോലെ തന്നെ നമുക്ക് എഴുതണം. ഒന്നുകൂടി നോക്കാം നമുക്ക്. ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട്, ഏത് ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആയാലും നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിലും എന്താണ് ഔട്ട്പുട്ട് ബൈ വിച്ച് അഗ്രഗേറ്റ് കോസ്റ്റ് ആർ ചേഞ്ച്ഡ്. അഗ്രഗേറ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ അഗ്രഗേറ്റ് കോസ്റ്റ് ഒരു യൂണിറ്റ് കുറയുമ്പോൾ കുറയുകയും ഒരു യൂണിറ്റ് കൂടുമ്പോൾ കൂടുകയും ചെയ്യുന്ന കോസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സോപ്പ് ഉണ്ടാക്കാൻ 10 രൂപ കോസ്റ്റ് വരുമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ 50 സോപ്പ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് വരും? 500 രൂപ കോസ്റ്റ് വരും, അല്ലേ? 51 സോപ്പ് ഉണ്ടാക്കാൻ എന്ത് വരും? 510 രൂപ വരും. അപ്പോൾ ഓരോ യൂണിറ്റ് കൂടും തോറും കൂടുകയും ഓരോ യൂണിറ്റ് കുറയും തോറും കുറയുകയും ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 100 യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ₹5,000. മനസ്സിലായല്ലോ? 100 യൂണിറ്റ് ഉണ്ടാക്കാൻ 5000 രൂപയാണ് ചെലവെങ്കിൽ ദ കോസ്റ്റ് ഫോർ 101 യൂണിറ്റ് ഈസ് 5040. 101ാമത്തെ യൂണിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ 101 യൂണിറ്റ് ഉണ്ടാക്കാൻ 5040 രൂപയാണ് എന്നിരിക്കട്ടെ. ഞാൻ ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്യാം. എക്സാമ്പിൾ ആണ്, 100 യൂണിറ്റ് ഉണ്ടാക്കാൻ 5000 രൂപ, 101 യൂണിറ്റ് ഉണ്ടാക്കാൻ 5040 രൂപ. ദെൻ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 അഡീഷണൽ യൂണിറ്റ് ഈസ് ₹40. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് കോസ്റ്റ് വരും? അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ നമുക്ക് എന്ത് കൂടി പറയാം? വേരിയബിൾ കോസ്റ്റ് എന്ന് കൂടി പറയാം. ബിക്കോസ് an increase of 1 unit in production will cause an increase in variable cost only. ഒരു യൂണിറ്റ് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൂടുള്ളൂ. അപ്പോൾ 500 യൂണിറ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു യൂണിറ്റ് കൂടി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. എന്ത് കോസ്റ്റ് മാത്രമേ വ്യത്യാസം വരുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചേഞ്ച് വരികയുള്ളൂ. Thus, marginal cost is equal to direct material cost plus direct labor cost plus direct expenses plus variable overheads. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കുട്ടികൾ, എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഓരോ യൂണിറ്റ് കൂടുന്തോറും ഓരോ മെറ്റീരിയലിന്റെ വാല്യൂ വ്യത്യാസം വരും. ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ 10 രൂപയുടെ മെറ്റീരിയൽ വേണമെങ്കിൽ 2 സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ 20 രൂപയുടെ മെറ്റീരിയൽ വേണം. 3 സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ 30 രൂപയുടെ മെറ്റീരിയൽ വേണം, അല്ലേ? ഇങ്ങനെ കൂടുന്തോറും ഓരോ യൂണിറ്റ് കൂടുന്തോറും കൂടും ചെയ്യും, ഓരോ യൂണിറ്റ് കുറയും തോറും കുറയുകയും ചെയ്യും. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇറ്റ് ഈസ് ഫുള്ളി വേരിയബിൾ ആണ്, അത് ഫുള്ളായിട്ട് വേരിയബിൾ ആണ്. ആൻഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അതും വേരിയബിൾ ആണ്. ദെൻ എന്താണ്? പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് അതും വേരിയബിൾ കോസ്റ്റ് ആണ്. പ്ലസ് എന്താണ്? അപ്പൊ ഇത് മൂന്നും ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ എന്ത് ചെയ്യുന്നു? പ്ലസ് വേരിയബിൾ ഓവർഹെഡ്സ്
അവിടെ വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്, ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ വേരിയബിൾ പോർഷൻ കൂടി ചേർക്കുന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കറിയാം അത് ഫുള്ളി വേരിയബിൾ ആണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓവർഹെഡ്സ്. ഓവർഹെഡ്സിൽ വേരിയബിൾ പോർഷൻ കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടും. ഇൻ ഷോർട്ട്, മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. അപ്പൊ പ്രൈം കോസ്റ്റ് എന്ന് പറയാൻ പ്രൈം കോസ്റ്റിന്റെ കൂടെ വേരിയബിൾ ഓവർഹെഡ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ കോസ്റ്റ് കിട്ടുക. അപ്പൊ എന്താ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് കൂട്ടിയാലാണ് പ്രൈം കോസ്റ്റ് കിട്ടുക. പ്രൈം കോസ്റ്റിനോട് കൂടിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? വേരിയബിൾ ഓവർഹെഡ്സ് ആഡ് ചെയ്തത്. അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അടുത്തത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് as compared to fixed cost of the product. Marginal costing എന്ന് പറയുന്നത് it is a technique of cost control of costing in which variable cost of product is given more importance as compared to fixed cost. Fixed cost ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രാതിനിധ്യം, കൂടുതൽ ഇമ്പോർട്ടൻസ് വേരിയബിൾ കോസ്റ്റിന് കൊടുത്തുകൊണ്ട് കോസ്റ്റ് അസർടൈൻമെന്റ് നടത്തുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ലണ്ടൻ, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദി അസർടൈൻമെന്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് of marginal cost and of the effect on profit of changes in volume of type of output. അപ്പോൾ ICMA ലണ്ടൻ പറയുന്നത് it is the ascertainment by differentiating between fixed variable of marginal cost. അത് ആദ്യം തന്നെ എന്താണ്? ഫിക്സഡും വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റുകൾ അസർടൈൻ ചെയ്യുക, മാർജിനൽ കോസ്റ്റ് അസർടൈൻ ചെയ്യുക, ആൻഡ് ഓഫ് ദ എഫക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഔട്ട്പുട്ടിന്റെ ചേഞ്ചസ് അനുസരിച്ച്, മാറ്റം അനുസരിച്ച് പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഐഡന്റിഫൈ ചെയ്യുക, അത് എഫക്റ്റ് മനസ്സിലാക്കുക. Marginal cost and the effect on profit of changes in volume or type of output. നമ്മുടെ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റിലുള്ള ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് അസസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചേഞ്ച് ഓഫ് എഫക്റ്റ് മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Thus, marginal costing is the technique of presenting cost data, wherein variable cost and fixed cost are shown separately for managerial decision making. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് പ്രസന്റിംഗ് കോസ്റ്റ് ഡാറ്റ wherein variable cost and fixed cost are shown separately for managerial decision making. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും വ്യത്യസ്തമായി സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ഇതിനെന്ത് ചെയ്യുന്നു? അതിൻ്റെ കോസ്റ്റ് ഡാറ്റ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? അതിൻ്റെ വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവലിലാണ് പറയുന്നത്. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വ്യത്യാസം വരുത്തി അതിൻ്റെ ഡാറ്റ പ്രസന്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ദ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്.
അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് തന്നെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. മാർജിനൽ കോസ്റ്റിങ്ങിനെ എന്തുകൂടി പറയുന്നു? വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് കൂടി പറയുന്നു. ഇൻ ഷോർട്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് which differentiate between fixed cost and variable cost and charging only variable cost to products. ഇനി ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടാക്കി, ഇൻ ഷോർട്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് which differentiate between fixed cost and variable cost and charging only variable cost to products. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റുകളെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും തരംതിരിക്കുകയും പിന്നെന്താണ്, വേരിയബിൾ കോസ്റ്റുകളെ മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ എടുക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് എന്തായിട്ട് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് ഏറെക്കുറെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാർജിനൽ കോസ്റ്റിംഗിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എടുക്കില്ല എന്നുള്ള തീരുമാനമില്ല, പക്ഷെ അതിന് പ്രാധാന്യം കുറവാണ് കൊടുക്കുള്ളൂ. കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കും? വേരിയബിൾ കോസ്റ്റിന് കൊടുക്കും. കാരണം നമുക്ക് വലിയ ഒരു ബൾക്ക് ഓർഡർ റിസീവ് ചെയ്തു, അതല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണോ അടച്ചിടണോ, അല്ലെങ്കിൽ സീസണൽ പ്രോഡക്റ്റുകളാണ്, എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണോ അതോ നമ്മൾ തൽക്കാലം പ്രൊഡക്ഷൻ നിർത്തണോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറേ അല്ല. കാരണം ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാലോ, ഷട്ട് ഡൗൺ ഡിസിഷനിൽ ഫിക്സഡ് കോസ്റ്റ് എന്തായാലും വരും. അടച്ചിട്ടാലും വരും, തുറന്നാലും വരും. ബെറ്റർ തുറക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്ത് കിട്ടും? നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം അത് അത്തരം ഡിസിഷൻസ് എടുക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് വെച്ചിട്ടാണ്. അപ്പം അതിൽ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് പഠിക്കുമ്പോൾ അതിന് ചില അസംഷൻസ് ഉണ്ട്, വഴിയാലെ വരും. ചില അസംഷൻസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ടെക്നിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ച് കഴിയുന്നിടത്തോളം സമയത്ത് നമ്മൾ ചില അസംഷൻസിനകത്ത് നിന്നിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അതിലേക്ക് വരാൻ നമുക്ക് അതിനു മുൻപായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് പറയാം. എന്താണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ്, marginal costing is not a method of costing. It is a technique for managerial decision making. മാർജിനൽ കോസ്റ്റിംഗ് നേരത്തെ പലതവണ പറഞ്ഞതാണ്, എങ്കിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. കാരണം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്, ജോബ് കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ആ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരുപാട് പ്രോസസ്സിംഗ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്, എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസർടൈൻമെന്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ ഓർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. നമുക്കിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപകരിക്കുന്ന ഒരു ടെക്നിക് ഓഫ് എന്താണ്, ടെക്നിക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മാനേജീരിയൽ അല്ലെങ്കിൽ എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രൊഡക്ട്സ്. അപ്പൊ ഇവിടെ ഈ മാർജിനൽ കോസ്റ്റിംഗില് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ കോസ്റ്റുകളും ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആയിട്ട് തരംതിരിക്കുന്നു. എല്ലാ കോസ്റ്റുകളെയും, എല്ലാ പ്രോഡക്റ്റിന്റെ കോസ്റ്റുകളെയും നമ്മൾ ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്ന് തരംതിരിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ദെൻ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അവിടെ അങ്ങനെ മുഴുവൻ ആ കാര്യത്തിൽ അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് മുഴുവനായിട്ട് ഒഴിവാക്കല്ല. പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്ത് മാത്രമേ പരിഗണിക്കുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ പരിഗണിക്കൂ. പുതിയ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ
എക്സ്ട്രാ യൂണിറ്റിന്റെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേരിയബിൾ കോസ്റ്റ് മാത്രമേ പരിഗണിക്കുള്ളൂ. അതാണ് പറഞ്ഞത് അല്ലെ. ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതലായിട്ട് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഉൾക്കൊള്ളിക്കുള്ളൂ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ഏത് പീരീഡിലാണ് വന്നത് ആ പീരീഡിലെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ആ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ഡിഡക്റ്റ് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അതൊരു ഫിക്സഡ് ഐറ്റം ആയിട്ട് തന്നെ കുറയ്ക്കും കേട്ടോ. ഏത് പീരീഡിലാണോ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ആ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫിക്സഡ് എക്സ്പെൻസസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ്, ദ സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. നമ്മുടെ കയ്യിലുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതിനൊക്കെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിൽ മാത്രമാണ്. വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസിൽ നിന്ന് നമുക്കറിയാലോ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിൽ രണ്ട് കോസ്റ്റുകളാണല്ലോ, ഒന്ന് ഫിക്സഡും വേരിയബിളും. അതിന്റെ കൂടെ പ്രോഫിറ്റ് കൂടി ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, സെല്ലിംഗ് പ്രൈസ് കിട്ടുക അല്ലേ. അപ്പൊ അങ്ങനെ സെല്ലിംഗ് പ്രൈസിലും അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലും അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നു. നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്, വേരിയബിൾ കോസ്റ്റിലോ അല്ലെങ്കിൽ എന്താണ് മാർജിനൽ കോസ്റ്റിലോ ആണ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പോയിന്റാണ്, കുട്ടികളെ ശ്രദ്ധിക്കുക. 5, സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. കോൺട്രിബ്യൂഷൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും കൂടി ചേർന്നതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ കുട്ടികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ. കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഇടാം. വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. ഇതില് ഈ ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും ചേർത്തിട്ടുള്ള എമൗണ്ടിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം, C ഈസ് ഈക്വൽ ടു S മൈനസ് V. സി എന്ന് പറയുന്നത് എന്താണ്, കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതാണ് ഇക്വേഷൻ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷന്റെ രണ്ട് ഐറ്റംസ് എന്താ, ഒന്ന് ഫിക്സഡ് കോസ്റ്റും മറ്റൊന്ന് പ്രോഫിറ്റും. അപ്പോ ഫലത്തിൽ എന്തായി, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അപ്പൊ അതിനെ ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും ചേർത്ത് ഒന്നിച്ച് എന്ത് പറയുന്നു, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നു. അതിന്റെ താഴെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ആറാമത്തെ പോയിന്റ്, ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, the profitability of product or department is based on contribution made by each production department. അപ്പോൾ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് കോൺട്രിബ്യൂഷന്റെ ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാലോ, കോസ്റ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും നമുക്ക്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടും ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും എന്തിന്റെ ബേസിലാണ്, കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് അതിന്റെ എന്താണ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി,
ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി എന്ന് നോക്കുന്നത്, എന്ന് അനലൈസ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ കോൺട്രിബ്യൂഷന്റെ ബേസിലാണ്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാർജിനൽ കോസ്റ്റിങ്ങിന് പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് കുറെ അസംഷൻസ് നമ്മുടെ കയ്യിലുണ്ടാകും. കുറെ അസംഷൻസ് വെച്ചിട്ടേ നമുക്ക് ഈ ടോപ്പിക് പഠിക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഫിക്സഡ് കോസ്റ്റ് ആർ ഫിക്സഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് അത് ശരിയാണ്, അതാണ് അസംഷൻ എന്ന് വെച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് അസംഷൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ അസംഷൻസ് വെച്ചിട്ടേ നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിനെ സമീപിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അത് പഠിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് അസംഷൻസ് നോക്കാം നമുക്ക്. 1. ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. എല്ലാ കോസ്റ്റുകളെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അപ്പൊ അതൊരു അസംഷനാണ്. ഒരു അസംഷൻ അല്ല, ഏറെക്കുറെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ കോസ്റ്റുകളെയും നമുക്ക് ഫിക്സഡും വേരിയബിളുമായിട്ട് ഡിവൈഡ് ചെയ്യാം. 1. 2. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഭൂരിഭാഗവും ശരിയാണ്. എന്നാൽ ചില സമയത്ത് ചിലപ്പോൾ തെറ്റാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ അസംഷനിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഫാക്ടറി ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് എടുത്ത് അവിടെ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ വേണമെങ്കിൽ മാക്സിമം നമുക്കൊരു 10000 യൂണിറ്റ് വരെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് ആ റെന്റഡ് ബിൽഡിങ്ങിലുള്ളൂ. 10000 കഴിഞ്ഞാൽ അവിടെ അഡീഷണൽ കോസ്റ്റ് വരും, വേറെ ഒരു റൂം കൂടി വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ചിന്താഗതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എല്ലാ ആക്ടിവിറ്റി ലെവൽസിലും ഫിക്സഡ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് ഉറപ്പാക്കിക്കോളൂ, അതൊരു അസംഷനാണ്. 3. The total variable costs vary, but the variable cost per unit does not vary. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. The total variable cost vary with the number of units or number of output, but the cost per unit does not vary. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു സോപ്പിന് 10 രൂപയുടെ മെറ്റീരിയൽസ് അല്ലേ? അപ്പൊ 5 സോപ്പിന് 50 രൂപയുടെ മെറ്റീരിയൽസ് വേണം. 50 സോപ്പിന് 500 രൂപയുടെ മെറ്റീരിയൽസ് വേണം. അപ്പൊ ഇവിടെ യൂണിറ്റ് കൂടുന്തോറും കൂടുകയാണ് അല്ലെ? പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. ഒരു സോപ്പ് ഉണ്ടാക്കാൻ എത്ര വേണം? 10 രൂപയുടെ മെറ്റീരിയൽസ് ആണ്, അത് ഫിക്സഡ് ആണ്. 2 സോപ്പ് ഉണ്ടാക്കാൻ എത്ര വേണം? 20 രൂപയുടെ മെറ്റീരിയൽസ് വേണം, ഫിക്സഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ടോട്ടൽ വാരി ചെയ്യുന്നു. 5 സോപ്പ് ഉണ്ടാക്കാൻ 50 രൂപയുടെ മെറ്റീരിയൽസ് വേണം, അത് വ്യത്യാസം വന്നു. ഇനി 100 സോപ്പ് ഉണ്ടാക്കാൻ എന്ത് വേണം? 1000 രൂപയുടെ മെറ്റീരിയൽസ് വേണം, വാരി ചെയ്യുന്നു. അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്തോറും ടോട്ടൽ വ്യത്യാസം വരുന്നു. പക്ഷേ പെർ യൂണിറ്റ് കോസ്റ്റ് ഫിക്സഡ് ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? വാരി ചെയ്യുന്നു. 5 യൂണിറ്റ് ഉണ്ടാക്കിയാലും 50 യൂണിറ്റ് ഉണ്ടാക്കിയാലും 500 യൂണിറ്റ് ഉണ്ടാക്കിയാലൊക്കെ വ്യത്യാസം വരുന്നു. ഓരോ യൂണിറ്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റ് കൂടുന്നു. ഓരോ യൂണിറ്റ് കുറയും തോറും എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റ് കുറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി അല്ലെ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി ചെയ്യുന്നു. ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വാരി. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസം വരുന്നില്ല. ഒരു യൂണിറ്റിന്റെ കോസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല. മനസ്സിലായാലോ? അത് ശ്രദ്ധിക്കുക കുട്ടികൾ. വലിയൊരു
ടോപ്പിക് തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. 4, സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു അസംഷനാണ്. നമ്മൾ 500 യൂണിറ്റ് ഉണ്ടാക്കിയാലും 1000 യൂണിറ്റ് ഉണ്ടാക്കിയാലും സെല്ലിംഗ് പ്രൈസ് അതന്നെ എന്ന് പറയുന്നത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ കേസിൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുന്നത് വരെ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അസംഷൻസ് മുഴുവനായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. 5, പ്രൈസസ് ഓഫ് മെറ്റീരിയൽ, റേറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ്. മെറ്റീരിയലിന്റെ വില, ലേബറിന്റെ പ്രൈസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അൺചേഞ്ച്ഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. യാതൊരു മാറ്റവും ഉണ്ടാവില്ല, സെയിം ആണ്. എല്ലാ ലെവലിലും എന്താണ്, സെയിം ആയിട്ട് നിൽക്കുന്നു. അതൊരു അസംഷനാണ്. 6ാമത്തെ പോയിന്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ കോസ്റ്റ്. അവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട അസംഷൻ ഉള്ളതാണ്, നമ്മുടെ ആകെയുള്ള കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ആകെയുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ വോളിയത്തിനനുസരിച്ച് വോളിയം കൂടും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് കൂടുന്നു. വോളിയം കുറയും തോറും കോസ്റ്റ് കുറയുന്നു. അപ്പൊ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ആകെയുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്താണ്, പ്രൊഡക്ഷന്റെ നമ്പർ ആണ്. പ്രൊഡക്ഷന്റെ നമ്പർ ഒഴികെ ബാക്കി ഒന്നും തന്നെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, വോളിയത്തിന് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നു, അടുത്ത 6ാമത്തെ അസംഷൻ എന്ന് പറയും. 7ാമത്തെ അസംഷൻ, ദർ ഈസ് നോ സ്റ്റോക്ക്. അവിടെ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല. സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, എല്ലാ ഐറ്റംസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത, ഉൽപ്പാദിപ്പിച്ച എല്ലാം വിറ്റഴിക്കുന്നു. ഉൽപ്പാദിപ്പിച്ച ഒരൈറ്റം പോലും ഇല്ലാതെ, ബാക്കിയില്ലാതെ എല്ലാ ഐറ്റംസും വിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് പറയുന്നത്, 7ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ 7 അസംഷൻസ് മനസ്സിൽ വെച്ചിട്ട് വേണം കുട്ടികൾ എന്ത് പഠിക്കാൻ, ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് പഠിക്കാൻ. ഞാൻ ഒന്നുകൂടി പറയാം, ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും രണ്ടായിട്ട് എല്ലാ കോസ്റ്റുകളെയും, 2 കാറ്റഗറി ആയിട്ട് എല്ലാ കോസ്റ്റുകളെയും ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് തന്നെ ഫിക്സഡ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. 3rd പോയിന്റ്, ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വാരി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി ചെയ്യുന്നു അല്ലേ. ഒരു പെൻസിൽ ഉണ്ടാക്കാൻ 2 രൂപയാണ് കോസ്റ്റ് വരുന്നത്. 2ാമത്തെ പെൻസിൽ ഉണ്ടാക്കുമ്പോൾ 2 രൂപ കൂടും. 3ാമത്തെ പെൻസിൽ ഉണ്ടാക്കുമ്പോൾ വീണ്ടും കൂടും. അപ്പൊ 2 പെൻസിൽ ഉണ്ടാക്കുമ്പോൾ 4 രൂപ വരും. 3 പെൻസിൽ ഉണ്ടാക്കുമ്പോൾ 6 രൂപ വരും അല്ലേ. 10 പെൻസിൽ ഉണ്ടാക്കുമ്പോൾ 20 രൂപ വരും. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതേസമയം ഒരു പെൻസിൽ ഉണ്ടാക്കാൻ എത്ര രൂപ തന്നെയാണ്, 2 രൂപയാണ്. 5000 പെൻസിൽ ഉണ്ടാക്കിയാലും ഒരു പെൻസിൽ ഉണ്ടാക്കാൻ എത്രയാണ്, 2 രൂപയാണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ വാരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്, ഈസ് ഫിക്സഡ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് ഡസ് നോട്ട് വാരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാരി ഇതിന്റെ ഒപ്പം തന്നെ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യം കൂടി പറയേണ്ടതാണ്. പക്ഷെ ഫിക്സഡ് കോസ്റ്റിന് നമുക്കിവിടെ വലിയ പ്രാധാന്യം കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യം ഇവിടെ പറയാത്തത് കേട്ടോ. 4, സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. സെല്ലിംഗ് പ്രൈസ് എന്താണ്, ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. Then prices of material, rates of labor remain unchanged. മെറ്റീരിയൽസിന്റെ വിലയിലോ ലേബറിന്റെ ചാർജിലോ ഒന്നും യാതൊരു മാറ്റവും വരില്ല. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പോയിന്റ് ആണ്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ 7th point, there is no stock. സ്റ്റോക്ക് ഇല്ല. എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു കേട്ടോ. ഇത്രയാണ് നമ്മുടെ അസംഷൻസ്. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക, അതിന്റെ സ്പെഷ്യാലിറ്റീസ് മനസ്സിലാക്കുക, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്.
നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് കോസ്റ്റ് കൺട്രോൾ ഓർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് കൺട്രോളിനോ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ്. മാനേജ്മെന്റ് പല രീതിയിൽ എന്ത് ചെയ്യുന്നു, പല ഹെഡുകളിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു, മാർജിനൽ കോസ്റ്റിങ്ങിനെ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ഈസി ആൻഡ് സിമ്പിൾ. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ദർ ഈസ് നോ പ്രോബ്ലം ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും വളരെ ഈസിയാണ്. അവിടെ ഫിക്സഡ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യേണ്ട ഒരു ചില കേസുകളിൽ ഫിക്സഡ് കോസ്റ്റ് കാണേണ്ടി വരും. എങ്കിലും ഫിക്സഡ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യേണ്ട ഒരു ബാധ്യത ഇവിടെ വരുന്നില്ല. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കോസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സിമ്പിൾ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. Stock can be valued easily. This is because stock is valued on the basis of marginal cost. സ്റ്റോക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വാല്യൂ ചെയ്യാം. കാരണം മാർജിനൽ കോസ്റ്റിലാണ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. അപ്പൊ മാർജിനൽ കോസ്റ്റിംഗിൽ വാല്യൂ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് നമുക്ക് സ്റ്റോക്കിന്റെ കോസ്റ്റ് വാല്യൂ ചെയ്യാം. സിമ്പിൾ വാല്യുവേഷൻ ആണ്. അപ്പൊ സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ വലിയ ഫോർമാലിറ്റീസ് വേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, ബെറ്റർ കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺട്രോൾ കോസ്റ്റ് മോർ എഫക്റ്റീവ്ലി when it is classified into fixed and variable components. The management can concentrate more on controlling variable cost. Thus, marginal costing facilitates cost control and cost reduction. Better cost controlling പറയുന്ന പോയിന്റ് ഇത് തന്നെയാണ്. നമ്മളൊരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കോസ്റ്റിനെ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫിക്സഡ് ആയിട്ടും വേരിയബിൾ ആയിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞോളൂ, ഫിക്സഡ് കോസ്റ്റ് നോർമലി ഫിക്സഡ് കോസ്റ്റ് ഈസ് അൺകൺട്രോളബിൾ. നോർമലി ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്. എന്താണ്, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫിക്സഡ് കോസ്റ്റിന് ഇമ്പോർട്ടൻസ് കുറവാണ്. ദെൻ കോസ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്, വേരിയബിൾ കമ്പോണന്റ് ആണ്. മനസ്സിലായാലോ? അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് ഓർ ദ മാനേജ്മെന്റ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ കൺട്രോളിങ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ അൺകൺട്രോളബിൾ ആയിട്ടുള്ള, താരതമ്യേന ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് പകരം വേരിയബിൾ കോസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കാനും അത് കൺട്രോൾ ചെയ്യാനും ആർക്ക് സാധിക്കുന്നു, മാനേജ്മെന്റിന് സാധിക്കുന്നു. നാലാമത്തെ പോയിന്റ്, നോ പ്രോബ്ലം ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. As fixed costs are completely ignored, the problem of under or over absorption of overhead does not arise. അപ്പൊ ഇത് കുട്ടികൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും. അതോ പറയണോ ക്ലാസ്സിൽ? ഇപ്പൊ പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും പറയാം, അറിഞ്ഞാലോ ഇല്ലെങ്കിലും പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് കോസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ബൈ എക്സ്പീരിയൻസ് ഓർ ബൈ എക്സ്പെരിമെന്റ്സ് ഓർ റിസർച്ചസ് ഇതിന്റെ ബേസിലൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്, നമ്മൾ ഒരു 50 ഉഴുന്നുവട ഒരു ദിവസം ഉണ്ടാക്കുന്നു ഹോട്ടലിൽ. അപ്പൊ 50 ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനുപയോഗിക്കുന്ന ഓയില്, അതിന്റെ ഉഴുന്ന്, പിന്നെ അതിന് പച്ചമുളക്, അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. എന്താണ്, നല്ല ഉപ്പോ കുരുമുളകോ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും
ഐറ്റംസോ ഒക്കെ ഉപയോഗിക്കും. അതും അല്ലെങ്കിൽ എന്താണ്, അത് ഉണ്ടാക്കാനുള്ള പാചകക്കാരൻ, അയാൾ ഉഴുന്നോട മാത്രമല്ല ഉണ്ടാക്കുന്നത്, അന്നത്തെ ഹോട്ടലിൽ ഒരു ദിവസം നിൽക്കുന്നതിനുള്ള കൂലിയാണ് അയാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന പല ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, പിന്നെ മാത്രമല്ല നമ്മൾ ആ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന ഗ്യാസിന്റെ എക്സ്പെൻസസ്, അത് തീ കത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ വിറകിന്റെ എക്സ്പെൻസ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എത്ര വിറക് വെച്ചു എന്ന് വെയിറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് നോക്കിയിട്ട് കോസ്റ്റ് കണക്കാക്കാൻ പറ്റില്ല. മനസ്സിലായാലോ? ഏറെക്കുറെ ഒരു കോസ്റ്റാണ് അതിനൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന കോമൺ കോസ്റ്റുകൾ കുറേ ഉണ്ട്. അതിന്റെ എന്താണ്, അതിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, കൂട്ടാൻ മറ്റ് കൂട്ടുകൾ അല്ലെങ്കിൽ കുരുമുളക് പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, ആ ഉണ്ടാക്കാൻ ഉള്ള ആളുടെ വേജ്, അവിടുത്തെ ലൈറ്റിങ്ങിന്റെ എക്സ്പെൻസസ്, അതുപോലെ തന്നെ വിറക് കത്തിച്ചിട്ടുള്ള അടുപ്പാണെങ്കിൽ അതിന്റെ വിറകിന്റെ എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ ബൈ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ട് അങ്ങോട്ട് ചാർജ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അവസാനം കൂട്ടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥ എക്സ്പെൻസസിനേക്കാൾ കുറച്ച് കൂടുതലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിനെ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയും. ചിലപ്പോൾ എന്താണ്, യഥാർത്ഥ എക്സ്പെൻസസിന്റെ അത്രയ്ക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, അതിന് അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? അങ്ങനത്തെ പ്രോബ്ലം എവിടെ ഉണ്ടാവില്ല, ഇവിടുത്തെ കേസിൽ മാർജിനൽ കോസ്റ്റിംഗിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 4 പോയിന്റാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള, ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ 4 പോയിന്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. കുറച്ച് പോയിന്റ്സ് കൂടി പറയാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് മാർജിനൽ കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, then what are the assumptions of marginal costing and advantages of marginal costing. അതാണ് ഇന്നത്തെ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിനു വേണ്ടി നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ നിർത്തുകയാണ്. താങ്ക് യു.